ദേ കിരൺ, എന്താ കിരണിന്റെ കൈപിടിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കണമെന്ന എന്റെ ആഗ്രഹം. വാ കിരൺ, ഒരു കുഴപ്പമില്ല. ഇല്ല കിരൺ, അതൊന്നും ഒരു കുഴപ്പമല്ല. പറ്റില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ കൂടെ വന്നേ പറ്റൂ. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ അത്ര ആഗ്രഹിച്ചല്ലേ. വാ കിരൺ, വാ പോവാം. കിരണിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോ ഈ കിരൺ? എന്തിനാ ഏത് നേരം ദുർഗയുടെ കൂടെ നടക്കുന്നത്? ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഈശ്വരനായിട്ടൊരു അവസരം തന്നപ്പോ അത് മിസ് ചെയ്യുന്നു. കിരൺ, എന്താ കിരൺ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിങ്ങൾ എന്തിനാ റൂമിൽ വന്നിങ്ങനെ മാറി നിൽക്കുന്നേ? അത് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയത്താണോ നിങ്ങളുടെ ഡിസ്കഷൻ? അഞ്ജലി, അത് ഞാൻ ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വാ. സോറി ദുർഗ, ഞാൻ കിരണിനെ കൊണ്ടുപോവാ. നിങ്ങളുടെ ഡിസ്കഷനൊക്കെ പിന്നെ ആവാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ട് ഈശ്വരനായിട്ട് ഉണ്ടാക്കി തന്ന അവസരമാണ്. അല്ല, ദുർഗയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. അഞ്ജലി കിരണിനെ കൊണ്ടുപോയിക്കോ. കിരണിനും അതാവും സന്തോഷം അല്ലേ കിരൺ? താങ്ക് യു ദുർഗ. ഓ വാ വാ കിരൺ, വാ. അഞ്ജലി വിട് വിട്, ഞാൻ വരാം. എന്തിനാ വിടുന്നത്? എന്നാലും ഞാൻ പിടിച്ചു നടക്കേണ്ട കൈ തന്നെയല്ലേ ഇത്? അല്ല കിരൺ, വാ 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 കിരൺ. ഞാൻ കിരൺ എന്തൊരു സന്തോഷമില്ലാത്ത? ഏയ്, ഞാൻ ഹാപ്പിയാ. ശരി എന്നാ ചെല്. ഇതെന്തോ സെറ്റപ്പ്? ഇതേതാ പുതിയൊരു പെണ്ണ്? ഇവളുമായിട്ട് എന്താ ഇവനൊരു ഇടപാട്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവരെയൊന്ന് വാച്ച് ചെയ്യാം. സത്യം പറയാലോ, ഞാൻ ഭയങ്കര ത്രില്ലില്ല. കിരൺ ഇവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ സ്വപ്നം കണ്ട കാര്യം യാഥാർത്ഥ്യമായ ഫീൽ. പിന്നെ എന്തിനാ എപ്പോഴും ഈ ദുർഗയുടെ പിന്നാലെ നടക്കുന്നേ? അത് വേണ്ടാട്ടോ. അത് അഞ്ജലി, ഞങ്ങള് വേണ്ട, ഒന്നും പറയണ്ട. കിരൺ എന്റെയാ, എന്റെ മാത്രം. മറ്റാർക്കും നമുക്കിടയിൽ സ്ഥാനമില്ല. വാ വാ. ഈ നടപ്പത്ര ശരിയല്ലല്ലോ. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതിനകത്തുണ്ട്. എന്നാലും എന്റെ കിര, നീ ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല. എടാ നോക്കാം. അന്ന് ധോനിയുടെ കാര്യത്തിൽ സാർ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു നന്ദി പോലും സാറിനോട് പറയാൻ പറ്റില്ല. അതിന് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല മഹാദേവ, ഞാൻ എന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്. അതെ, എന്നാലും ആ സിറ്റുവേഷനിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയല്ലേ മഹാദേവ വേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ പരസ്പരം അറിയാവുന്നവർ വേണ്ടേ ഹെൽപ്പ് ചെയ്യേണ്ടത്? അഞ്ജലി, താന് തന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്താ? കൈവിട്, ആൾക്കാർ ശ്രദ്ധിക്കും. അതിനെന്താ, ശ്രദ്ധിച്ചോട്ടെ. ഞാൻ വേറെ ആരുടെ കയ്യിലല്ലല്ലോ പിടിച്ചിരിക്കുന്നത്. അതല്ല, എന്തോ സംസാരിക്കുന്നു, ഒന്നും കേൾക്കാനും പറ്റുന്നില്ലല്ലോ. ഈ ദുർഗ ഇത് എവിടെ പോയി കിടക്കുക? അവിടെ ഇതൊന്നും കാണുന്നില്ലേ? ശരിയാക്കി തരാടാ. ദേ കിരൺ, എന്താ? കിരണിന്റെ കൈപിടിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കണമെന്ന എന്റെ ആഗ്രഹം. വാ കിരൺ, ഒരു കുഴപ്പമില്ല. ഇല്ല കിരൺ, അതൊന്നും ഒരു കുഴപ്പമല്ല. പറ്റില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ കൂടെ വന്നേ പറ്റൂ. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ അത്ര ആഗ്രഹിച്ചല്ലേ. വാ കിരൺ, വാ പോവാം.
ദുർഗേ 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 നിന്നെ. എന്താ ചെറിയച്ച? ആ? എന്താ? ദുർഗേ, മനസ്സിലെ ദുഃഖം മറച്ചു വെച്ചിട്ട് ചിരിക്കാൻ ശ്രമിക്കരുത്. ദുർഗയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. മാനസികാവസ്ഥയോ? എന്റെയോ? എന്ത്? ചെറിയച്ചൻ എന്താ പറ്റിയത്? ദുർഗേ, എന്റെ മുന്നിലേ അഭിനയിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ, ആ മനസ്സ് നീറുന്നതേ എനിക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. അല്ല, ചെറിയച്ചൻ ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചോ? എന്തിനാ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? ദുർഗേ, ഇങ്ങോട്ട് നോക്കിയേ, സത്യം പറഞ്ഞ ദുർഗയുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചപ്പോ സത്യത്തിൽ എനിക്ക് മദ്യപിക്കാൻ തോന്നിയതാ. ആ ഓ, പിന്നെ എന്റെ മനസ്സിനെ ഞാനായിട്ടങ്ങ് കൺട്രോൾ ചെയ്തു. എന്തിന്? എന്തിനെന്നോ? എന്റെ ദുർഗയെ പ്രേമിച്ച് കല്യാണം കഴിച്ച നിങ്ങൾക്കിടയില് ഇത്രയും പെട്ടെന്നൊരു അകൽച്ച ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ആ ആ, ആ, കിരണ്ണ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഓ, ആ പെണ്ണൊരുത്തി അവൾ ഒരുങ്ങിക്കെട്ടി കിരണ വശീകരിക്കാൻ നടക്കൂല്ലേ? അപ്പൊ പിന്നെ ആണുങ്ങളുടെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ വരും. ഓ, അപ്പൊ അതാണ് കാര്യം. കിരണിനെയും അഞ്ജലിയെയും കണ്ടിട്ടാണ് ഈ പറയുന്നത്. ദുർഗ, പറയേ. എന്നാലും ആ കിരൺ എന്തോ പറ്റിയേ? ദുർഗയെ പോലൊരു സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട് അവൻ എന്തിനാണ് ആ പെണ്ണിന്റെ വലയിൽ പോയി വീണത്? അല്ല, ചെറിയ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അങ്ങനെയൊന്നും ഇല്ല. ദുർഗയുടെ മനസ്സ് കണ്ട ഇത്രയൊക്കെ തെറ്റ് സ്വന്തം ഭർത്താവ് ചെയ്തിട്ടും അതിനെയൊക്കെ ന്യായീകരിക്കുന്ന വണ്ടർഫുൾ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ദുർഗയുടെ സൗന്ദര്യത്തിന് മുന്നിലേ ആ അഞ്ജലി വേറെ സീറോ, ബിഗ് സീറോ. അയ്യോ, സൗന്ദര്യം മാത്രോ? എത്ര കഴിവുള്ള പെൺകുട്ടിയാണ് നമ്മുടെ ദുർഗ. ഞാൻ പറഞ്ഞില്ലേ ചെറിയച്ചൻ കരുതുന്ന പോലെ യാതൊരു ബന്ധവും കിരണും അഞ്ജലിയും തമ്മിൽ ഇല്ല. അവര് സുഹൃത്തുക്കള് മാത്ര. അവരെ കുറിച്ച് അനാവശ്യം പറയരുത്. അല്ല ദുർഗേ, അല്ല ബാക്കി പറയാനുണ്ട്. ഓ പോയി. ഇവൾ എന്തൊരു ഭാര്യ? അയ്യോ, സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കൂടെ നടന്നിട്ട് യാതൊരു പ്രശ്നമില്ലേ? ഇങ്ങനായിരിക്കും ചിലപ്പോ ജെൻസി പിള്ളേരൊക്കെ. അല്ല, ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഫോർവേഡായിട്ട് വേണം നമ്മളൊക്കെ ചിന്തിക്കാൻ.